പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ദൈവവും ഈ പരിശുദ്ധ അമ്മയും എന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ടെസി ജെയിംസ്. ഞാൻ US അരിസോണ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എൻ്റെ ഇടവക ഹോളി ക്രോസ് ചർച്ചാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 മെയ് 11 ഉടമ്പടി എടുക്കുവാൻ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലായിരുന്നു. ദൈവമാതാവ് എന്നെ ഇവിടെ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതാണ്. ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തിട്ട് പോയി. ഞാൻ ഉടമ്പടിയിൽ പറയുന്ന നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ച് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ബൈബിൾ വായിക്കുകയും എന്നും കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ പണ്ട് മുതലേ ഒരിക്കലും ഞങ്ങൾ മുടക്കാത്തവരാണ്. മക്കളെയൊക്കെ വളരെ ദൈവകൃപയിൽ വളർത്തിയിരിക്കുന്നതാണ്. അപ്പം ഞാൻ 2023 ഫെബ്രുവരിയിൽ ഞാൻ തൈറോയിഡിന് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ മെഡിക്കേഷൻ തീർന്നപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എനിക്ക് റീഫില്ല് ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു 6 മാസമായി, അപ്പോൾ ഒരു ബ്ലഡ് ലെവലും കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അവിടെ എല്ലാ വർഷവും ഞങ്ങൾക്ക് എവരി ഇയർ മെഡിക്കൽ ചെക്കപ്പ്, ഞങ്ങൾ ഫിസിക്കൽ ചെക്കപ്പ് നടത്തും. അപ്പോൾ എല്ലാ ബ്ലഡ് വർക്കും ചെയ്യേണ്ടതാണ്. അത് യൂഷ്വലി ഞാൻ ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. പക്ഷേ ഈ ഫെബ്രുവരിയിൽ എൻ്റെ തൈറോയ്ഡ് ലെവൽ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ എല്ലാ ബ്ലഡ് ചെക്കും നടത്തിയാൽ എൻ്റെ എല്ലാ ചെക്കപ്പും ഞാൻ ഈ ഇയർലി നടത്തിയേക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഓക്കെ എല്ലാം ചെയ്യാം. അങ്ങനെ എൻ്റെ ബ്ലഡും യൂറിനും എല്ലാം അയച്ചു. എല്ലാം ഓക്കെ ആയിരുന്നു എക്സെപ്റ്റ് ദ യൂറിനിൽ മൈക്രോസ്കോപ്പിക് ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ, അബ്ഡോമിനലിൽ എന്തെങ്കിലും പെയിനോ കംപ്ലൈൻറ്റോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നുമില്ല ഡോക്ടറെ. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ ബ്ലഡിൽ മൈക്രോസ്കോപ്പിക് ഹെമച്യൂറിയ ഉണ്ട്, അതുകൊണ്ട് ഒരു CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ CT സ്കാൻ ചെയ്തു. അപ്പോൾ എൻ്റെ എനിക്ക് ലെഫ്റ്റ് കിഡ്നിയിലൊരു മാസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു യൂറോളജിസ്റ്റിനെ റെഫർ ചെയ്തു. അത് ക്യാൻസർ ആണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. മീൻസ് അത് റേഡിയോളജിസ്റ്റിൻ്റെ ഡയഗ്നോസിസ് അങ്ങനെയായിരുന്നു, ലെഫ്റ്റ് റീനൽ മാസ്, ദാറ്റ് ഈസ് കാർസിനോമ. അന്നേരം യൂറോളജിസ്റ്റ് എന്നോട് പറഞ്ഞു നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റാം. അപ്പം ഞാൻ ചോദിച്ചു ബയോപ്സി ചെയ്ത് നോക്കിയിട്ട് പോരെ? അപ്പോൾ ഒരു പറഞ്ഞു ബയോപ്സി ഒന്നും ചെയ്യേണ്ട, ഏതായാലും ഇത് എടുത്ത് കളയേണ്ടി വരും, അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമാണ്. അങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ എൻ്റെ റോബോട്ടിക് സർജറി നടത്തി ബയോപ്സിക്ക് വിട്ടു. അത് നെഗറ്റീവായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞപ്പം എനിക്കൊരു ഭയവും ഉണ്ടായില്ല അതിന്. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകും. അപ്പോൾ നമുക്ക് യാതൊരു ഭയവും ഉണ്ടാകില്ല. ബൈബിളിലുടനീളം നമ്മൾ വായിച്ചാൽ നമുക്ക് കാണുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട്. ആ ഉത്തമ ബോധ്യമാണ് നമ്മൾക്ക് വേണ്ടത്. അത് നമുക്ക് ദൈവത്തെ ഒരിക്കലും കളിപ്പിക്കാനാകില്ല. ദൈവം വിശ്വസ്തനാണ്, നമ്മൾ അവിശ്വസ്തരായാലും. അപ്പം അങ്ങനെ നെഗറ്റീവായപ്പം ഡോക്ടർ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സംശയവുമില്ല, എനിക്കൊരു ഭയവുമില്ല. അപ്പോൾ ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചോട് ചോദിച്ചു എന്താണത്? ഞാൻ പറഞ്ഞു ദർ ഇസ് എ ഡിവൈൻ ഇൻ്റർവെൻഷൻ വിത്ത് മീ. സോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് ക്യാൻസറൊന്നും ആയിരിക്കില്ലെന്ന്. അങ്ങനെ സർജറി നടത്തി. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായിരുന്നു. ഇത് അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നാണ്. ഇത് അമ്മയ്ക്കറിയാമായിരുന്നു ഈ കണ്ടീഷനിലേക്ക്. എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും അത് അവിടെ ഇരുന്ന് വലുതായാൽ കുറച്ച് കഴിഞ്ഞ് വളരെ കോംപ്ലിക്കേറ്റഡായി മാറുന്ന ഒരു കേസായിരുന്നു അത്. എൻ്റെ കിഡ്നി വരെ നഷ്ടപ്പെടുന്ന ഒരു കേസ്. അപ്പം അമ്മ തന്നെ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഉടമ്പടി എടുത്ത് ഇത് വരാൻ പോകുന്ന ആപത്ത് എന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എൻ്റെ നടത്തേണ്ട റുട്ടീൻ ചെക്കപ്പ് ഫെബ്രുവരിയിൽ തന്നെ നടത്തി അത് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ആ ഡേഞ്ചറസ് സ്റ്റേജിൽ നിന്ന് എന്നെ വിമുക്തയാക്കി. ഇത് ദൈവത്തിൻ്റെ കാരുണ്യവും പരിശുദ്ധ അമ്മയുടെ സ്നേഹവും അല്ലാതെ ഒന്നുമല്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ മാസ റാലിയിൽ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ മാത്രം ഞാനിവിടെ വന്നു.
അത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അവളുടെ പേര് ഫ്ലോറിൻ ജെയിംസ്. അവൾ ഒരു ഡെൻറ്റിസ്റ്റായിട്ട് US വർക്ക് ചെയ്യുന്നു. അവൾക്ക് ഞാൻ കുഞ്ഞുങ്ങളെ US വളരെ ദൈവത്തിന് ഹിതമുള്ള, ഞാൻ എപ്പോഴും ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ഞാൻ പറയും, നിയമാവർത്തനം 6:5-9 വാക്യങ്ങൾ ദൈവം പറയുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അത് ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും പുറത്ത് സഞ്ചരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അതേപ്പറ്റി സംസാരിക്കണം. അത് നിങ്ങളുടെ കയ്യിൽ ഒരടയാളമായും നിങ്ങളുടെ കണ്ടങ്ങളിൽ ഒരു ആഭരണമായും അത് അണിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ ബൈബിൾ വായിക്കുമ്പോഴും എല്ലാ ദിവസവും ഞങ്ങൾ ഡെയിലി പ്രാർത്ഥന മുടങ്ങാറില്ല. ഒരിക്കലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഭംഗം വരുത്താറില്ല. ഓരോ കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞ് എൻ്റെ മക്കളോട് ഞാൻ എന്നും പറയുന്ന 3 വചനങ്ങളുണ്ട്. അത് 1 മത്തായി 6:33, ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. അതുപോലെ മത്തായി 16:26, നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം. പ്രഭാഷകൻ 19:23, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അവ മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തികളും കാണുന്നു. എല്ലാ നിഗൂഢതകളും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ കബളിപ്പിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. ഇത് ഞങ്ങൾ മക്കളോടെന്ന് പറയും. നിങ്ങൾ മാതാപിതാക്കളെ കബളിപ്പിക്കാതിരിക്കും, എല്ലാവരെയും കബളിപ്പിക്കാം, പക്ഷേ ദൈവത്തെ കബളിപ്പിക്കാൻ സാധ്യമല്ല. ഇത് ദൈവം നോക്കിയിരിക്കുന്ന ഒരു സംഗതിയാണ്. എല്ലാവരുടെയും ഹൃദയങ്ങളെ പരിശോധിക്കുന്നതാണ് കർത്താവ്. അതുകൊണ്ട് മക്കൾക്ക് ആ ജാഗ്രതയുണ്ട്. അതുകൊണ്ട് അവരെ വിശുദ്ധിയിലും അനുസരണത്തിലും ഒക്കെ വളരുന്ന മക്കളാണ്. അതുകൊണ്ട് ഇവള് പറയുമായിരുന്നു, ഇവൾക്ക് കല്യാണം ആലോചിച്ചിട്ട് ഡെൻറ്റിസ്ട്രി കഴിഞ്ഞ് വന്നുടൻ മുതലേ കല്യാണം ആലോചിക്കും. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വിശുദ്ധിയുള്ള, പ്രാർത്ഥനാ ചൈതന്യമുള്ള നല്ല ഒരു ജീവിത പങ്കാളിയെ മാത്രം മതിയെന്ന് അവൾ പറഞ്ഞിരുന്നു. അതുപോലെ അവൾ പറയുമായിരുന്നു, US പിള്ളേർ അറിയാമല്ലോ, ഒരു കാരണവശാലും എല്ലാം ചിലപ്പം പേരൻസിനെ ഒന്നും പറയുന്ന അനുസരിക്കുകയോ ദൈവവചനം അനുസരിച്ച് ജീവിക്കുകയോ ഒന്നുമല്ല മിക്കാറുമല്ല. US മിക്കാറും എല്ലാ മക്കളും തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെയെല്ലാം നോക്കേണ്ടത് ദൈവവചനം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ആ മക്കളെ കുഞ്ഞു മുതലേ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ പഠിപ്പിച്ചിരുന്നതുകൊണ്ട് അവർക്കതിൻ്റെ പ്രാധാന്യം അറിയാമായിരുന്നു. അപ്പോൾ അവളും അതുപോലെ ഒരു നല്ല കുഞ്ഞിനെ ജീവിത പങ്കാളിയായി ആഗ്രഹിച്ചിരുന്നു. പലരോടും സംസാരിച്ച് പലരും പല കേസുകളൊക്കെ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഞാൻ കഴിഞ്ഞ വർഷം ജപമാല റാലിയിൽ പങ്കെടുക്കുവാനായി മാത്രം ഇവിടെ വന്നു. അവൾക്ക് ദൈവഹിതമനുസരിച്ചുള്ള ഒരു മകനെ നൽകി. അവളുടെ എൻഗേജ്മെൻറ്റ് ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഇനി അവിടെ കല്യാണം ജൂലൈ 19 ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. അതുപോലെ എല്ലാ ഈ വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഒരു മരുന്ന് ഉപയോഗിക്കാറില്ല എക്സെപ്റ്റ് ലെവോതൈറോക്സിൻ. എന്നാ ഒരു കാര്യം വന്നാലും ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിക്കും. എൻ്റെ മക്കളും അത് തന്നെ പാലിക്കും, എൻ്റെ ഭർത്താവും അത് ചെയ്യും. അതുകൊണ്ട് ഈ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വളരെയധികം ശക്തിയുള്ള ഒരു കാര്യമാണ്. ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ പലരെയും സഹായിക്കും. എന്നെ ഹോംലെസ്സുകൾക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. എന്നെ നേഴ്സിംഗ് ഹോമിൽ ഞാനൊരു യൂക്കറിസ്റ്റിക് മിനിസ്റ്ററാണ്. പ്രായമായി ഹോം ബൗണ്ടായിട്ട് കഴിയുന്നവർക്കവർക്ക് ഞാൻ വിശുദ്ധ കുർബാന കൊണ്ട് കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഞാൻ പത്രം ഞാൻ ഇവിടെ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെയൊക്കെ മലയാളം പത്രം മേടിച്ചുകൊണ്ട് പലയിടത്തും കൊടുത്തു. അതുപോലെ US ഇംഗ്ലീഷ് പത്രം മേടിച്ചു കൊണ്ടുപോയി. അത് അവിടെ മാതാവിനെ പറ്റി പ്രത്യേകം പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അതേ തൈലം പുരട്ടി എല്ലാവരോടും മാതാവിനെ പറ്റി പറയുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എല്ലാവരും ഉയരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ പേഷ്യൻസിനോട്, ഞാനൊരു നേഴ്സാണ്, എൻ്റെ പേഷ്യൻസിനോട് ഞാൻ കൂടുതൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ കാരുണ്യപൂർവ്വവും സ്നേഹപൂർവ്വവും
പെരുമാറുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയമായ ഉയർച്ചയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിവതും കൊച്ചിലെ മുതലേ ഞങ്ങളെല്ലാവരും ആത്മീയമായി വളരെ ഉയർന്ന നിലത്തിൽ ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പിന്നെ മനുഷ്യരിലെ പല ബലഹീനതകളും എടുത്തിയാട്ടവും ചിലപ്പം ഒക്കെ ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ കുറയ്ക്കുവാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. 2 ആഴ്ചയിൽ നിബന്ധനകളെടുത്ത് എല്ലാ ഉടമ്പടിയുടെ നിബന്ധനകളനുസരിച്ച് പാലിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ ഉടമ്പടിയുടെ നിബന്ധനകളെ പറ്റി പറയുമ്പോൾ പലരും വിചാരിക്കും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മളത് ശ്രമിച്ചാൽ മാത്രം മതി. ദൈവത്തോട് വിശ്വസ്തതയായിരുന്നാൽ മാത്രം മതി. നമ്മൾ രാവിലെ എഴുത്ത് പ്രാർത്ഥിക്കുന്നത് അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 12:27 പറയുന്നുണ്ട്, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് സൂര്യോദയത്തിന് മുമ്പ് പ്രഭാതത്തിൽ ഉണർന്ന് മനുഷ്യൻ ദൈവത്തിന് നന്ദി പറയുകയും കൃതജ്ഞത അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഈശോ ജീവനോടെ എഴുന്നള്ളി വരുന്ന സമയമാണ് ഈ വിശുദ്ധ കുർബാന. അത് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. കുമ്പസാരം, നമ്മളെല്ലാവരും ബലഹീനരായ മനുഷ്യരാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ദൈവത്തോട് ഏറ്റു അതിന് നമ്മൾ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നമ്മൾ ആ പാപത്തിൽ നിന്ന് മുക്തി നേടി വിശുദ്ധീകരിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശുദ്ധിയോടെ, ശ്രദ്ധയോടെ, വിശ്വസ്തയോടെ പാലിച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ അമ്മ മാതാവ് ഇത് പഴയ നിയമം മുതൽ പുതിയ നിയമത്തിലൂടെയെല്ലാം മനുഷ്യരെ ഈ തെറ്റുകൾ ആവർത്തിക്കുകയും അവർ ദൈവത്തോട് വിശ്വസ്ത പുലർത്താത്തത് ചെയ്യുന്നത് കൊണ്ട് ഈ മാതാവ് തന്നെ ഇറങ്ങി വന്ന് വീണ്ടും മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഉടമ്പടി. ഈ ഉടമ്പടിയിൽ നിലനിൽക്കുവാൻ ജീവിതകാലം മുഴുവൻ നിത്യതയിലെത്തുന്നതുവരെ ഈ ഉടമ്പടിയിൽ നിലനിൽക്കണമേ എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നും വഹിക്കുന്നു. മാധ്യസ്ഥം യാചിക്കുകയും ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഭൂമിയുടെ ഒരറ്റത്തുള്ള സ്ഥലമാണ് US. അവിടെയാണ് ടെസിയുടെ ജീവിത പങ്കാളിയും കുടുംബവുമായി അവർ ജീവിക്കുന്നത്. ടെസിയുടെ മനോഹരമായ സാക്ഷി നമ്മൾ കേൾക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം സഹോദരിക്ക് ഉടമ്പടി എടുക്കാൻ പ്രത്യേകം കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് പരിശുദ്ധ അമ്മയോട് കൂടിയായിരിക്കണം. കാരണം വളരെ ചെറുപ്പം മുതൽ അവർ നല്ല ഭക്തിയുള്ള കുടുംബമായിരുന്നു. അങ്ങനെ നല്ല സ്നേഹത്തിലും പ്രാർത്ഥനയിലുമൊക്കെ വളർന്നു വരുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ, കൃപാസനത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആ മാധുര്യവും സ്നേഹവും ഒന്ന് അനുഭവിക്കണമെന്ന് മാത്രമേ സഹോദരിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചൊരു ഇൻറ്റൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുക്കുമ്പോൾ. അങ്ങനെ ഉടമ്പടിയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് US ഒരു നിയമമാണ് വൺസ് ഇൻ എ ഇയർ അവർക്ക് നമ്മുടെ ഫിസിക്കൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തണമെന്നുള്ളത്. ഒരു കാഷ്വൽ ചെക്കപ്പിന്, ഇയർലി ചെക്കപ്പിന് പോയപ്പോഴാണ് തൈറോയിഡ് കുറേശ്ശെ ഉണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ക്ലിയറായി. പക്ഷേ അവർക്ക് യൂറിൻ മാത്രം അല്പം ഡിഫക്റ്റായിട്ട് കാണിച്ചു. അതിലവർ കിഡ്നി ചെക്ക് ചെയ്തപ്പോൾ പറയുമായിരുന്നു ക്യാൻസറസ് ആണോ എന്നൊരു സംശയം. ഒരു പക്ഷേ അതൊരു സർജറി ആവശ്യമായിരിക്കാം. ടെസി പറയുന്നു, എനിക്ക് ഓപ്പറേഷൻ വേണ്ടി വരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഞാൻ ഉടമ്പടിയിലാണ്. ടെസിയുടെ വലിയ വിശ്വാസവും ഉറപ്പുമാണ് പരിശുദ്ധ അമ്മ നൽകുന്നത്. എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം, ഒരു അന്ധവിശ്വാസം പോലെ ഉറച്ച വിശ്വാസമായിരുന്നു എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളത്. എൻ്റെ ജീവിതത്തിലെല്ലാം പരിശുദ്ധ അമ്മ ക്രമീകരിച്ചിരിക്കുന്നു എന്ന വലിയ വിശ്വാസമാണ് ഈ സഹോദരിക്കുള്ളത്. അതുപോലെ തന്നെ തൻ്റെ മകളുടെ ഒരു പ്രപ്പോസൽ, നല്ലൊരു വിവാഹം ആവശ്യമായിരുന്നു. ഇന്നുള്ള പ്രപ്പോസലുകളെല്ലാം ഒരു പക്ഷേ അല്പസമയത്തിന് ശേഷം ഡിവോഴ്സിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഒരു വളരെ വേദനാജനകമായൊരു ബ്രേക്കപ്പ് ആവുന്നു. ഇതിൽ നിന്നെല്ലാം അകന്ന് വിദേശത്ത് ജീവിക്കുന്ന ഇവർ എടുക്കുന്ന വലിയൊരു തീരുമാനമാണ് വിശുദ്ധിയുള്ള
ഒരു ബോയ് എനിക്ക് വേണം, എൻ്റെ ജീവിത പങ്കാളി വിശുദ്ധിയുള്ളതാവണം, കാശുകാരനാവണമെന്നോ ജോലിക്കാരനാവണമെന്നോ സൗന്ദര്യമുള്ളത് ഇതൊന്നുമല്ല, വിശുദ്ധിയുള്ള ഒരു വ്യക്തിയെ എനിക്ക് ജീവിത പങ്കാളിയായി ആകണമെന്നായിരുന്നു ഇവരുടെ പ്രാർത്ഥന. രണ്ടുപേരും അമ്മയും മക്കളും കുടുംബവും പ്രാർത്ഥിച്ചത് തന്നെയാണ്. അതനുസരിച്ച് അവർക്ക് ഈശോ ആ അനുഗ്രഹം നൽകിയെന്ന് പറയുന്നു. ഈ സഹോദരിയുടെ ജീവിതത്തിൽ സഹോദരി പറയായിരുന്നു, അഗ്നിയിൽ ദഹിക്കാത്തത് അരുണോദയത്തിൽ ഉരുകിയെന്ന്. അത് മന്നയെക്കുറിച്ചാണ്, ദൈവം നൽകിയ മന്നയാണത്. മന്ന ദൈവം പൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം പ്രഭാതത്തിന് മുൻപ് നിങ്ങൾ കളക്ട് ചെയ്യൂ. അത്യാവശ്യത്തിൽ കൂടുതൽ കളക്ട് ചെയ്തതെല്ലാം അവരെടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് ചീഞ്ഞു പോകാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ എടുക്കുന്ന വെളിച്ചത്തിൽ സൂര്യപ്രകാശത്തിൽ ഉരുകിപ്പോകുന്ന സാധനം തീയിലിട്ട് വേവിച്ചപ്പോൾ അത് സോളിഡായി, അത് ഖരപദാർത്ഥമായി മാറിയെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. മനോഹരമായൊരു പ്രതിഭാസം. ദൈവം ഇസ്രായേൽക്കാർക്ക് വേണ്ടി 40 വർഷം നൽകിയ വിശിഷ്ട ഭോജനമാണ് മന്ന, സ്വർഗീയ മന്ന. അതുപോലെയാണ് ഇവരുടെ ജീവിതമെന്ന് സഹോദരി പ്രസ്താവിക്കുകയായിരുന്നു. നമുക്കും ഇവരോടുകൂടി ചേരാം. ഈശോ ചോദിച്ചല്ലോ, യുവാവ് എന്ന് പറഞ്ഞു, എനിക്ക് ഒരു കുറവുമില്ല, ഇവരുടെ ജീവിതത്തിൽ ഇവർക്കെല്ലാം നൽകിയിരിക്കുന്നു. പക്ഷേ അവസാനം ഈശോ ഒരു ചോദ്യം ചോദിച്ചു, പരിപൂർണനാകാൻ നിനക്ക് എന്താണ് ആവശ്യം, എനിക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ഈശോ ഒരു ഉത്തരം പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്നത്. എനിക്കുള്ളത് എന്താണ്? എനിക്കൊന്നുമില്ല. എൻ്റെ സ്വാർത്ഥത, എൻ്റെ അഹങ്കാരം, എൻ്റെ ക്ഷമിക്കാൻ സാധിക്കാത്ത ഞാനതെല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? അതിൽ നിന്നെല്ലാം ഞാൻ വിമുക്തയാണോ എന്നുള്ള എൻ്റെ ഒരു കുറവ്. എനിക്ക് ഈ സഹോദരിക്ക് അതെല്ലാം സാധിച്ചു, എനിക്ക് പരിപൂർണതയിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസമുണ്ട്. എത്ര നല്ല സാക്ഷ്യത്തിന്! ഇതിൽ കൂടുതലൊന്നും നിത്യതയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നില്ല, സാധ്യവുമല്ല. അതുകൊണ്ട് ഇത്ര നല്ലൊരു ബോധ്യം ഈ സഹോദരിക്ക് പരിശുദ്ധ അമ്മ എന്ന യേശുവിൽ നിന്ന് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഇവരുടെ കുടുംബത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കൊരു വലിയ കയ്യടി സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.